പ്രിയമുള്ളവരെ, നമ്മളുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വിഷയം എന്ന് പറയുമ്പോൾ അതായത് ഭഗവാന്റെ അവതാര ലക്ഷ്യവും രാജസൂയവുമാണ് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത്. രാജസൂയം എന്ന് പറഞ്ഞാൽ അതൊരു ബൃഹത്തായ കാര്യമാണ്. ഇത് പ്രീ ഹിസ്റ്റോറിക്കൽ സ്റ്റോറിയാണ്, തിരിച്ചറിയണം. അതായത് ഇപ്പോൾ അതായത് ദശമസ്കന്ധത്തിലെ 74-ാമത്തെ അധ്യായത്തിലാണ് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അല്ലെങ്കിൽ ചക്രവർത്തിയുടെ രാജസൂയം പറയുന്നത്. പക്ഷേ ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് സപ്തമ സ്കന്ധം തുടങ്ങുന്നത് നാരദ യുധിഷ്ഠിര സംവാദമായിട്ടാണ്. അപ്പോഴാണ് ഭഗവാൻ കൊന്നുകളഞ്ഞു, ശിശുപാലനെ നിഗ്രഹിച്ചു എന്ന് പറഞ്ഞപ്പോൾ ശിശുപാലൻ്റെ ആ ശരീരത്തിൽ നിന്നും ഉത്ഭുതമായ തേജസ് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിലേക്ക് ചെന്ന് ചേർന്നപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, എന്താ കാര്യം? അപ്പോഴാണ് ഈ കഥ മുഴുവൻ പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് രാജസൂയം നമുക്കിവിടെ തന്നിട്ടുള്ളത്. 74-ാമത്തെ അധ്യായം. അപ്പോൾ അത് ഇപ്പോൾ പറയാനുള്ള കാരണം എന്താണ്? ഇതൊരു രാജസൂയമാണ്. ഭാഗവത സത്രവും സപ്താഹവും ഒക്കെ രാജസൂയമാണ്. നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ രാജസൂയത്തിന് വേണ്ടി ചെയ്യണം. മനസ്സ വാച കർമ്മണ. കർമ്മം കൊണ്ട് ചെയ്യാൻ പറ്റും, മനസ്സുകൊണ്ട് ചെയ്യാൻ പറ്റും, വാചകങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റും, പലരോടും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. എന്ന് വെച്ചാൽ എന്താ? ഒരു വല്യമ്മ ചോദിച്ചു, അതേ ഇവിടെ പോന്ന വഴിക്ക് രണ്ടുപേരും കൂടി സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, എവിടെ പോവാ? തൃക്കൈയില് സത്രം നടക്കുന്നുണ്ട്, അതൊന്ന് കേട്ട് കളയാം. ഇതെവിടെയും പറയുന്ന കാര്യമാണ്, നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. അങ്ങനെ കേട്ട് കളയാം എന്നുള്ളതല്ല, കാത് കടം വാങ്ങി കേൾക്കണം. ഭാഗവതത്തിലെ തത്വങ്ങളും മൂല്യങ്ങളും നമ്മളുടെ മനസ്സിലുണ്ടാകണം. അവതാരങ്ങളൊക്കെ നടക്കേണ്ടത് നമ്മളുടെ മനസ്സിലാണ്. അങ്ങനെയാണല്ലോ, നിശീമേ തമുൽഭൂതേ ജായമാനേ ജനാർദ്ദനെ ദേവയ്ക്യം ദേവരൂപിണ്യം വിഷ്ണു സർവഗുഹാശയ എന്ന് പറഞ്ഞത്. വേദവ്യാസൻ അങ്ങനെ നമ്മളോട് പറഞ്ഞത്, സർവഗുഹാശയ. എല്ലാവരുടെയും മനസ്സിൽ അന്തര്യാമിയായിട്ട് ഭഗവാൻ അവതരിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെയുണ്ട്, നമ്മളുടെ മനസ്സിലുണ്ട്. മനസ്സ് എവിടെയാണെന്ന് ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. എവിടെ ആയിക്കോട്ടെ, അവിടെ ഉണ്ട്. ആ മനസ്സാണ് നമ്മളുടെ ഏറ്റവും വലിയ കാര്യമെന്ന് തിരിച്ചറിയുക. പിന്നെ അതുപോലെ തന്നെ കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ വയസ്സ് എത്ര അറിയാമോ? ഏകദേശമാണ് കണക്ക് 125 സംവത്സരം. ഞാനൊരു കുളു തരാം, പിള്ളേർക്ക് കൊടുക്കണ പോലെ തന്നെ ഒരു കുളു തരാം. 125 സംവത്സരക്കാലമാണ് ഭഗവാൻ ജീവിച്ചത്. അതിനകത്ത് പാണ്ഡവരുടെ തിരോധാനത്തിന് ശേഷം 30 കൊല്ലക്കാലം പരീക്ഷിത്ത് രാജാവായിട്ടിരുന്നു. 36 വയസ്സ് പരീക്ഷത്തിന് കേൾക്കുമ്പോൾ. അപ്പോൾ ഭഗവാന് എത്ര വയസ്സ്? കുരുക്ഷേത്രം നടക്കുമ്പോൾ. കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ വടകുടീരത്തിൽ വച്ചിട്ടാണല്ലോ അശ്വത്ഥമാവ് ഈ കുട്ടികളെ ഒക്കെ നിഗ്രഹിക്കുന്നത്. പിന്നീടാണ് വിളിക്കുന്നത് യുദ്ധരാ വാഗിപാഹിമഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യം തത് അഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. ഭഗവാനേ എന്നാണ്. എനിക്ക് മരിക്കാനൊന്നും പ്രശ്നമൊന്നുമില്ല, പിന്നെ എന്ത് വേണം? എൻ്റെ ഉദരത്തിൽ സമമായിട്ടിരിക്കുന്ന ആ ഭ്രൂണത്തെ രക്ഷിക്കണേ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിളിച്ച ഉത്തരയെ രക്ഷിച്ച് വിഷ്ണുരാധൻ എന്ന പേരിൽ അറിയപ്പെട്ട് പിന്നീട് പരീക്ഷത്തായി മാറിയ മഹാരാജാവ്. അപ്പോൾ അവിടെ മുതൽ തുടങ്ങിയാൽ 36-ാമത്തെ സംവത്സരമാണ്. അപ്പോൾ എത്ര കൊല്ലം? 89 വയസ്സ് ഭഗവാന് എന്ത് നടക്കുമ്പോൾ? കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ. അതിനു മുമ്പാണ് രാജസൂയം നടക്കുന്നത്. 89 വയസ്സിന് മുമ്പ് രാജസൂയം നടക്കുമ്പോൾ നല്ല ചെറുപ്പമാണ്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. അങ്ങനെയുള്ള രാജസൂയം. എന്തുകൊണ്ടാണ് രാജസൂയം നടക്കണം എന്ന് പറഞ്ഞത്? കൗരവര്, നിങ്ങൾക്കറിയാം ആ കഥയൊന്നും പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. എനിക്കൊരു 2 മണിക്കൂർ കിട്ടിയിരുന്നെങ്കിൽ ഇതെല്ലാം ഒന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. എവിടെ പോകില്ല, ഇവിടെ ഉണ്ടാവുമായിരുന്നേനെ. പക്ഷേ ഇവിടെ കൗരവരും പാണ്ഡവരും എന്ന് പറയുന്ന കുരുവംശാതിരായിട്ടുള്ള 2 രാജവംശങ്ങൾ. ധൃതരാഷ്ട്രർ ജന്മന അന്ധനായതുകൊണ്ട് 2ാമത്തെ പുത്രനായിട്ടിരിക്കുന്ന പാണ്ഡു രാജ്യാധികാരമേറ്റു. പാണ്ഡുവിൻ്റെ മരണശേഷം പിന്നെ പ്രശ്നങ്ങളായി. പിന്നീട് പാണ്ഡവരും കൗരവരും തമ്മിൽ വീതം വെച്ചു എന്നൊക്കെ മഹാഭാരതം കഥയാണ്. അതിൽ കൗരവർ പാണ്ഡവർക്ക് നൽകിയ ഖാണ്ഡവപ്രസ്ഥം എന്ന രാജ്യം, ആ രാജ്യത്തിൽ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന അതിമനോഹരമായ രാജധാനി, ആ രാജധാനിയിൽ ഏറ്റവും മൂത്ത ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ, യമധർമ്മൻ്റെ പുനർജന്മമായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവ് ചക്രവർത്തിയായി അവരോധിക്കപ്പെട്ടു. പിന്നെ നിങ്ങൾക്കറിയാം, ഏറ്റവും നല്ല മനോഹരമായ ഒരു മാളിക പണിതു ഇല്ലേ? അവിടെയാണല്ലോ ദുര്യോധന വന്ന അപമാനമൊക്കെ, സ്ഥല ജലഭ്രമമുണ്ടായതൊക്കെ. അപ്പോൾ അങ്ങനെ വന്നു. അതിനേക്കാൾ നല്ല രീതിയിൽ അശ്വമേധ യാഗങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു ആഗ്രഹം ഉണ്ടായി. കൃഷ്ണനോട് പറയാനായിട്ട് നാരദരെ പറഞ്ഞു വിട്ടു. ആ സമയത്ത് കൃഷ്ണൻ ദ്വാരകയിൽ തൻ്റെ സഭ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണന്റെ സഭയുടെ പേരെന്താണ്?
ദ്വാരകയിൽ കൃഷ്ണൻ കൂട്ടിവച്ചിട്ടുള്ള ഒരു സഭയുണ്ട്. അത് ഒരു ക്ലൂ തരാം. ദേവേന്ദ്രൻ ഭഗവാന് കൊടുത്തതാണ് പകുതി എന്ന് പറയുന്നു. ഭാഗവതത്തിലുണ്ട്. ഇതെല്ലാം ഭാഗവതമായിട്ടാണ്. ഞാൻ വേറെ വിക്കിപീഡിയ എന്ന് പറഞ്ഞ പൊട്ട സൈറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്നൊന്നും എടുത്തു പറയുന്നതല്ലിത്. നിങ്ങൾ എല്ലാവരും അത് വരച്ച് നോക്കും. ഇങ്ങനെ വിക്കിപീഡിയയിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടും. ഏറ്റവും മോശമായ രീതിയിൽ ഹൈന്ദവ സമൂഹത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പോലും അതിനകത്ത് കാണാൻ പറ്റും. അത് ശരിയാണ് എന്ന്, എല്ലാം തെറ്റല്ല, മുഴുവനും ശരിയാണ് എന്ന് വിചാരിച്ച് പഠിക്കരുത്, പഠിപ്പിക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. അപ്പോൾ ഇവിടെ സുധർമ്മ എന്നാണ് സഭ. സുധർമ്മയിൽ മഹാനായ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത് ഉദ്ധവരാണ്. അറിയില്ലേ ഉദ്ധവരെ? കേട്ടിട്ടുണ്ടല്ലോ. ഉദ്ധവഗീത വരികയാണല്ലോ. അളവതിൽ നമുക്ക് ഉദ്ധവഗീത കേൾക്കാം. ഏകാദശ സ്കന്ധം മുഴുവനും ഭാഗവതഗീതയും ഉദ്ധവഗീതയും മാത്രമാണ്. അതൊക്കെയാണ് മന്നം ചെയ്യേണ്ടത്, കേൾക്കേണ്ടത്. പക്ഷേ എന്തുകൊണ്ട് ഭാഗവതത്തിൽ കഥ? ആളുകൾ കഥ ഇഷ്ടമുള്ളൂ, കഥ കേൾക്കുന്നത് ഇഷ്ടമാണ്. കഥ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ അതിലെ തത്വവിചാരങ്ങൾ ജീവിതശാസ്ത്രങ്ങളുമായി വരുമ്പോൾ ഇത് നമ്മുടെ ജീവിതമല്ലേ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റണം. അതിന് കഥകൾ ഉപകരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ ഭഗവാൻ സുധർമ്മയിൽ ഉദ്ധവരുമായിട്ട് മറ്റു മന്ത്രിമാരും എല്ലാവരും കൂടെ കൂടിയിരുന്നു. അപ്പോൾ ജരാസന്ധനെ വധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രാജാക്കന്മാർ കത്ത് കൊടുത്തു. ഉടനെ തന്നെ ഞങ്ങളെ രക്ഷിക്കണം. ദിഗ്വിജയം നടത്തി രാജാക്കന്മാരെ മുഴുവനായിട്ട് അവിടെ പിടിച്ചിട്ടിരിക്കുകയാണ് ജയിലിൽ. അപ്പോഴാണ് നാരദൻ വന്നത്. രാജസൂയം നടത്തണമെന്ന് ആഗ്രഹമുണ്ട് യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണം എന്ന് ഭഗവാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ഉടനെ തന്നെ ഉദ്ധവരോട് ചോദിച്ചു, ഉത്തമ ബുദ്ധിസത്തമ, അങ്ങനെയാണല്ലോ, ഏത് കാര്യത്തിനും ഏതിനും തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒരാളാണ് ഉദ്ധവര്. അതുകൊണ്ട് ഉദ്ധവരോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കൃഷ്ണ പേടിക്കണ്ട, രാജസൂയം നടത്താമെന്നൊക്കെ തീരുമാനിക്കാൻ പറഞ്ഞു. നാരദരോട് പറഞ്ഞു വിട്ടു. പിന്നെ അത് മാത്രമല്ല, നാരദരല്ലേ വന്നത്, അങ്ങയുടെ ബന്ധുക്കളുടെ കാര്യമല്ലേ, അതല്ലേ ആദ്യം നടത്തേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതോടുകൂടി നടത്തി കൊടുക്കാൻ മറ്റുള്ളവരുടെ കാര്യവും. തൻ്റെ വീട് നന്നാവാതെ നാട് നന്നാക്കിയിട്ട് ഒരു കാര്യമില്ല എന്ന് ഭഗവാൻ ഇവിടെ പറയുകയാണ്. കുടുംബം നന്നാക്കണം. നമ്മൾ ഇങ്ങനെ വാർത്തകളും വർത്തമാന കാലഘട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബത്തിൽ മോശമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നാട് നന്നാക്കാൻ തലയെക്കെട്ടും കിട്ടി ഇറങ്ങിയിട്ട് കാര്യമില്ല എന്ന് ഈ രാജസൂയത്തിലൂടെ ഭഗവാൻ നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. തിരിച്ചറിയണ്ടേ? അത് നമുക്കറിയില്ല. അപ്പോൾ പറഞ്ഞു പോകാമെന്ന് തീരുമാനിച്ചു. രാജസൂയം തീരുമാനിക്കുകയാണ്. രാജസൂയം തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ, ഈ രാജസൂയം തീരുമാനിക്കുമ്പോൾ ചക്രവർത്തിക്ക് എല്ലാവരും സറണ്ടർ ചെയ്യണം. സറണ്ടർ ചെയ്യുന്ന വെച്ചാൽ അടിമപ്പെടണം, കപ്പം കൊടുക്കാമെന്നൊക്കെ പറയണം. അപ്പോൾ എല്ലാവരും കൂടി പോയി. സഹോദരന്മാരൊക്കെ കൂടി പോയി. ഭീമനും അർജുനനും ഒഴികെ ഉള്ളവർ പോയി. എല്ലാ സ്ഥലങ്ങളിലും ചെന്നു, എല്ലാവരെയും ജയിച്ചു വന്നു. ഒത്തിരി ധനമൊക്കെ കൊണ്ടുവന്നു. രാജസൂയത്തിന് ആവശ്യമായ സാധനങ്ങൾ ഇനി എവിടെ നിന്ന് കിട്ടും എന്നായി. കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഏട്ട പേടിക്കണ്ട. കുരുവംശം സ്ഥാപിതനായിട്ടിരിക്കുമ്പോൾ മുതൽ കുരുവംശ രാജാതിരാജനായിരുന്ന കുരു എന്ന രാജാശ്രേഷ്ഠൻ കുരുക്ഷേത്രത്തിൽ, അന്ന് കുരുക്ഷേത്ര യുദ്ധഭൂമി ആയിരുന്നില്ല, പ്രാർത്ഥിക്കുന്നതിനുള്ള ഏറ്റവും മഹത്തായ ഒരു സംവിധാനമായിരുന്നു കുരുവംശ രാജാക്കന്മാരുടെ കുരുക്ഷേത്രം എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ സംവിധാനം. അവിടെ നിധി കുംഭങ്ങളുണ്ട്, കിളച്ചെടുത്തോളാൻ പറഞ്ഞു. ഇന്നത്തെ പോലെ JCB ഒന്നുമില്ല. ഉടനെ തന്നെ കിളച്ചു എടുത്തു. കോടിക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള സ്വർണ്ണ പാത്രങ്ങൾ, ആഭരണങ്ങൾ, സ്വർണ്ണ നാണയങ്ങളൊക്കെ കിട്ടി. അപ്പോൾ പണത്തിന് ബുദ്ധിമുട്ടില്ല. ഇനി സറണ്ടർ ചെയ്തിട്ടുള്ളത് ആരൊക്കെയാ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഇന്നാണെങ്കിൽ ഒരു വിരലമർത്തിയാൽ അല്ലേ, ലാപ്ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കിട്ടും ആരൊക്കെ വന്നിട്ടില്ല, ആരൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അത് പറ്റിയില്ല. നോക്കി ലിസ്റ്റ് എടുത്ത് നോക്കി മറിച്ച് നോക്കിയപ്പോൾ ജരാസന്ധനെ ജയിച്ചിട്ടില്ല. യുധിഷ്ഠിരൻ പറഞ്ഞു, കൃഷ്ണൻ നിൽക്കുമ്പോൾ തന്നെ, ഞാൻ പോവുകയാ, ജരാസന്ധനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് ജരാസന്ധനെ തോൽപ്പിച്ച് ഞാൻ വരുന്നു. അപ്പോൾ പറഞ്ഞു, ഏട്ടൻ പോകരുത്, യജമാനനാണ്, രാജസൂയത്തിൻ്റെ യജമാനനായിട്ട് ഇരിക്കുന്ന അങ്ങയ്ക്ക് ഇത് പോകാൻ പറ്റില്ല, ഞങ്ങൾ പോകാമെന്നോ. ഞങ്ങളാ? ഇതാരേ ഞങ്ങള്? അപ്പോൾ പറഞ്ഞു, ഭീമേട്ടനും അർജുനനും ഞാനും. തീരുമാനമായി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റില്ല. ഭഗവാനല്ലേ, എല്ലാം അറിയുന്നവനല്ലേ. പക്ഷേ യുധിഷ്ഠിരന് ഇതൊന്നും ഭഗവാനാണെന്നൊന്നും അറിയില്ല. അറിയാം നമുക്ക്. 1-ാമത്തെ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായത്തിലെ ഭീഷ്മസ്തുതിയുണ്ട്, വായിച്ചിട്ടുള്ളത് നോക്കണം. അതിനകത്ത് ഭീഷ്മ പിതാമഹന്റെ അടുക്കലേക്ക് വളരെ മോശമായ രീതിയിൽ മറ്റു ബന്ധുക്കളെ മുഴുവനായിട്ടും കൊന്നൊടുക്കിയതിൻ്റെ ആ മാനസികമായ വ്യഥയോടുകൂടി നിൽക്കുന്ന യുധിഷ്ഠിരരെയും കൊണ്ട് കൃഷ്ണൻ ചെല്ലുകയാണ്, പാണ്ഡവരെയൊക്കെ കൊണ്ട്. ആ സമയത്ത് പറയുന്നൊരു ഭാഷയുണ്ട്. അതായത് ഭീഷ്മപിതാവ് സരശയ്യയിൽ കിടന്നുകൊണ്ട് യുധിഷ്ഠിരനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, യുധിഷ്ഠിര, പാണ്ഡവന്മാർക്ക് ഇത്രമാത്രം ആപത്തുണ്ടാകുന്നതിനുള്ള മുഖ്യ കാരണങ്ങളിൽ ഒന്ന്
കൃഷ്ണനെ ഭഗവാനായി കണ്ടില്ല, സ്വന്തം മാധവന്റെ പുത്രനായിട്ടാണ് കണ്ടത്. അമ്മാവന്റെ പുത്രനായിട്ട് കണ്ടു, ഈശ്വരനായിട്ട് കണ്ടില്ല. അതുകൊണ്ടാണ് അപ്പോൾ നിൽക്കുന്നു അങ്ങനെ ശംഖുചക്ര ഗദാപത്മധാരിയായിട്ട് നിൽക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തൃക്കൈയിൽ തേവരെയാ കണ്ടത്, ചതുർബാഹുവായിട്ട് നിൽക്കുന്ന. അതുകൊണ്ടാണല്ലോ ഇവിടെ വ്യത്യസ്തങ്ങളായ തരത്തിലുള്ള ദശാവതാരം ചന്ദനം ചാർത്ത് നടത്തുന്നത്. വരണം, ഒരു ദിവസമെങ്കിലും കാണണം, പങ്കാളികളാകണം ഇതിനകത്ത്. അപ്പോൾ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ. എന്ത് കിട്ടും? കൊടുക്കുന്ന കാശ് പോയി കിട്ടും എന്ന് ചിന്തിച്ചാൽ രക്ഷയില്ല. അങ്ങനെയല്ല, സമർപ്പണമായിട്ട് ചെയ്യണം. ഇന്നലെ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. കാലടി സൂര്യ നമ്പൂതിരിപ്പാട്, അദ്ദേഹം അവിടെ ജയന്തൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹം ഗണപതി ഹോമം നടത്തിയപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. എല്ലാ വേദികളിലും പറയുന്ന ഒരു കാര്യം ഞാനിത് എനിക്ക് കിട്ടുന്ന എല്ലാവരോടും പറയുന്നതാണ്, തലയ്ക്കൊഴിഞ്ഞിടരുത് എന്ന്. പറയല്ലേ, കേട്ടില്ലേ? പക്ഷെ എനിക്ക് ആധികാരികമായിട്ട് ഇനി പറയാം. അതായത് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഒരു കൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, വേറെ കാര്യങ്ങളിലുണ്ട് എങ്കിലും. എന്നാലും നമ്മൾ ഇങ്ങനെ ചെയ്യുള്ളൂ. എന്താ കാര്യം? ഇവിടെ വന്ന് ആചാര്യന് ദക്ഷിണ കൊടുക്കുമ്പോഴും ഇങ്ങനെ ഒഴിഞ്ഞിരിക്കട്ടെ, എൻ്റെ മുജ്ജമ്മ പാവമൊക്കെ ഹരിത്തിരുമേനിക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് പോവാം. ചെയ്യരുത്, ഇതൊന്നും ശരിയല്ല. എന്ത് വേണം? സമർപ്പണമായിരിക്കണം, സമർപ്പിക്കണം. എന്തും 1 രൂപയുള്ളൂ, അത് മതി സമർപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക്. ഇത് ഇടയ്ക്ക് പറഞ്ഞു പോയതാണ്. ഇങ്ങനെ വരുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ദോഷമുണ്ട്, വിഷയത്തിൽ നിന്ന് വിട്ടുപോയി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകും. അത് ജീവിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇറങ്ങിയതാണ്. ഇങ്ങനെ ആയിരിക്കണം. നമുക്കൊക്കെ കിട്ടുന്ന ഹൈന്ദവ ജനതയെ ഉദ്ധരിക്കാനോ നന്നാക്കാനൊന്നും ഇറങ്ങിയതല്ല. ഈ ഭാഗവതത്തിലും നമ്മളുടെ പുരാണ ഇതിഹാസങ്ങളിലുമുള്ള കുറച്ച് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. എത്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പത്തനംതിട്ടയിൽ സപ്താഹം, തൊട്ടടുത്ത് തിരുമേനി താമസിക്കുന്ന പോലെ തൊട്ടടുത്ത് ഒരു വീട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. കാലത്തെ 6 മണിക്ക് ഞാൻ ക്ഷേത്രത്തിൽ വരും. ഞങ്ങളെല്ലാവരും 4 പേരുണ്ട്. ഞാൻ തൊഴവിൽ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കുക ഒരു പയ്യനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 22 വയസ്സുള്ള പയ്യനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരുമ്പോൾ തന്നെ തൊഴുത് വന്നാൽ ഒരു ചായ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചായ കിട്ടി. ദിവസം ഉണ്ടാകും. ഒരു ദിവസം വന്നപ്പോൾ പയ്യനും കണ്ടില്ല, ചായ ഇല്ല. ഞാൻ ആദ്യമേ വിദഗ്ധരായിട്ടില്ല, എന്നാലും വിഷമമുണ്ടായി. ചായ കിട്ടിയില്ലല്ലോ. ഒരിടത്ത് കയറിയിരുന്നു, സഹസ്രനാമം തുടങ്ങി ധ്യാനം. ചായായാം പാരിജാതസ്യ പറഞ്ഞപ്പോഴത്തേക്കും സാറേ ദേ ഇപ്പം ചായ എന്ന് പറഞ്ഞ് അവൻ ചായ കൊണ്ട് വന്നിരിക്കുകയാ. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ചായായ പാരിജാതസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വിചാരിച്ചത് അങ്ങനെയാണ്. ചായക്ക് വേണ്ടിയിട്ട് പുള്ളി ബൈക്കിക്കൂടെ പറയാന്ന് വിചാരിച്ചു. കൃഷ്ണ ഗുരുവായൂരപ്പ, എന്താ പറയേണ്ടത്? ഒരു കാര്യമില്ല. നമുക്കെല്ലാം അറിയാം. പഠിച്ചവരാണ്, നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരാണ് കൂടുതൽ പറയുന്നത് ഇതേപോലുള്ള കാര്യങ്ങൾ. തിരിച്ചറിയുക. ഇപ്പം യൂട്യൂബിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാലങ്ങളാണല്ലോ. പഠിക്കണം, അത് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പോകാമെന്ന് പറഞ്ഞു. അവിടെ ഈ ജരാസന്ധനൊരു പ്രത്യേകതയുണ്ട്. ജരയാൽ സന്ധിക്കപ്പെട്ടവൻ എന്നാണ് ജരാസന്ധൻ്റെ അർത്ഥം തന്നെ. ജര എന്ന് പറയുന്ന ഒരു കാട്ടാള സ്ത്രീ, അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറന്നു പോകുന്നത് കൊണ്ടൊന്ന് എഴുതി വച്ചിട്ടുണ്ട്. ആരാണ് അവിടെ വന്ന് അവിടെ ജരാസന്ധൻ എന്ന് പറയുമ്പോൾ ജരയാൽ ബൃഹദ്രഥൻ എന്ന് പറയുന്ന രാജാവിൻ്റെ മകനാണ് ജരാസന്ധൻ. അവർക്ക് കാശി രാജാവിൻ്റെ 2 ഭാര്യമാരെ, 2 മക്കളെ വെളി കഴിച്ചു. 2 ഭാര്യമാർ ഗർഭിണികളായി. പ്രസവിച്ചത് ജീവനുള്ള 2 മാംസകഷ്ണങ്ങളാണ്. മാംസകഷ്ണങ്ങളായിട്ട് പ്രസവിച്ചു. മാംസകഷ്ണങ്ങളായിട്ട് പ്രസവിച്ചപ്പോൾ ജര എന്ന് പറഞ്ഞ കാട്ടാള സ്ത്രീ അല്ലെങ്കിൽ രാക്ഷസി ബൃഹദ്രഥന് ഏതെങ്കിലും തരത്തിലുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇത് കണ്ടത്. കൂട്ടി വിയോജിപ്പിച്ചു അത്രേ. അതുകൊണ്ട് ജരാസന്ധൻ എന്ന പേരിട്ടു. 17 പ്രാവശ്യം അസ്ഥിപ്രാപ്തി എന്ന തൻ്റെ ഓമന മക്കളുടെ വാർത്ത കേട്ട് ആരാന്നറിയോ? ഈ 2 പെൺകുട്ടികൾ കംസന്റെ ഭാര്യമാരാണ്. അതായത് കൃഷ്ണനാണ് എൻ്റെ ഭർത്താവിനെ കൊന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുക്കലേക്ക് ചെന്ന്, അങ്ങനെയാണല്ലോ വിഷമിക്കപ്പോൾ ചെയ്യുന്ന ഒരവസ്ഥ. മധുരാപുരിയുടെ രാജകീയ സ്ഥാനമെല്ലാം കൃഷ്ണൻ അലങ്കരിച്ചു. ഇല്ല, തിരിച്ചറിയണം. അവിടെ കൂടി പണ്ട് കംസ നിഗ്രഹത്തിന് ശേഷം ഭഗവാനെ എല്ലാവരും വിളിച്ചു, കൃഷ്ണനാണ് ഞങ്ങളുടെ രാജാവ് എന്ന്. കേട്ടില്ല ഭഗവാൻ. കാരാഗ്രഹത്തിൽ കിടന്ന ഉഗ്രസേന മഹാരാജാവിനെ തിരിച്ചു കൊണ്ടുവന്ന് അഭിഷിക്തനാക്കി. എന്നിട്ട് ആ രാജ്യം അദ്ദേഹത്തിന് കൊടുത്തു. അർഹതപ്പെടാത്തത് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. ഉണ്ടോ? ആർക്കാ പറ്റണത്? രാജ്യമല്ലേ കിട്ടിയ പോലെ. ഇത് തന്നെയാണ് ത്രേതായുഗ രാമനും കാണിച്ചത്. അങ്ങനെ തന്നെയാ. രാമ എന്ന് വിളിക്കുമ്പോൾ തന്നെ അതിൻ്റെ മഹത്വമത. അർഹതപ്പെടാത്തത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകണം. ലങ്കയിൽ പോയി രാവണ നിഗ്രഹം കഴിഞ്ഞ് വന്ന് ആ രാജ്യം മുഴുവനായിട്ട് നമുക്ക് എടുക്കാമായിരുന്നു. എന്നെങ്കിൽ
അങ്ങനെയായിരുന്നു എങ്കിൽ പറയുന്നതാണ്, നമ്മളുടെ ഒരു പ്രധാനമന്ത്രിക്ക് ഇതേപോലെയുള്ള ഒരു ദാരുണമായ അന്ത്യം സംഭവിക്കുമായിരുന്നില്ല. പക്ഷേ അവിടെ വിഭീഷണൻ സഹോദരന് രാജ്യം കൊടുത്ത് പുഷ്പവിമാനം വാടകയ്ക്കെടുത്തെന്നാ രാമായണം പറഞ്ഞു. വാടക കൊടുത്തില്ലോ അതറിയില്ല. അവിടെ നിന്ന് വന്നു, എത്രയെ തിരിച്ചു കൊടുത്തു പുഷ്പവിമാനം. വിഭീഷണൻ പറഞ്ഞു, ഇത് അങ്ങേക്ക് ഇരിക്കട്ടെ, വേണ്ട പറഞ്ഞു, വേണ്ട എന്ന് പറഞ്ഞു തിരിച്ചു കൊടുത്തു വിഭീഷണന്. അതേപോലെ ആകണം നമ്മൾ. അർഹതപ്പെടാത്തത് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. ആ തലത്തിലേക്ക് നമ്മൾ ഉയരണം. അതിന് ഭാഗവത സപ്താഹങ്ങളും സത്രങ്ങളും ഉപകരിക്കണം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം. എന്നിരുന്നാലും അപ്പോൾ ഇവിടെ തീരുമാനിച്ചു, അതായത് ജരാസന്ധന് വലിയ കാര്യമാണ്, ബ്രാഹ്മണന്മാരൊക്കെ വലിയ ഇഷ്ടം. അപ്പോൾ ബ്രാഹ്മണ വേഷത്തിൽ 3 പേരും കൂടി ചെല്ലുകയാണ്. ആരൊക്കെ? അർജുനൻ. ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത്. ഇവിടെ ഇരുന്ന് അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, അത് കഴിഞ്ഞിട്ട് കേട്ടി, അത് പറ്റില്ല. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ലക്ഷ്യം അതാണ്. അതല്ലെങ്കിൽ ഇവിടെ കയറിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് അർജുനൻ, ഭീമൻ, അതേപോലെ തന്നെ ശ്രീകൃഷ്ണ പരമാത്മാവ് 3 പേരും കൂടി ബ്രാഹ്മണ വേഷത്തിൽ ചെന്നു. സ്വീകരിച്ചിരുത്തി. വൃതഗ്രഹം എന്ന് പറയുന്ന അതിമനോഹരമായ കൊട്ടാരത്തിൽ സ്വീകരിച്ചിരുത്തി. അപ്പോൾ ചോദിച്ചു, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് തരുമോ? പിന്നെന്താ, ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പറഞ്ഞു തരാം. അപ്പോൾ അർജുനൻ പറഞ്ഞു, ഞങ്ങൾക്ക് യുദ്ധം വേണം. യുദ്ധം ചോദിച്ചു വാങ്ങുന്ന ബ്രാഹ്മണരോ? ബ്രഹ്മജ്ഞാനീതി ബ്രാഹ്മണ. അങ്ങനെയാ, ബ്രാഹ്മണന് നിർവചനമൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആരാ? ജരാസന്ധന് ദേഷ്യമായി. എണീറ്റ് നോക്കുമ്പോൾ കൈത്തണ്ടയിൽ ഏറ്റവും നല്ല രീതിയിൽ, അതാണ് നല്ല രീതിയിൽ ഈ വില്ല് കൊലയ്ക്കുന്ന തയമ്പ് കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ ക്ഷത്രിയരല്ലേ? പറഞ്ഞു, അതെ. കൃഷ്ണൻ പറഞ്ഞു, പാണ്ഡവരിൽ 2ാമത്തവൻ ഭീമൻ, 3ാമത്തവനായിട്ടിരിക്കുന്നവൻ അർജുനൻ, ഞാൻ കൃഷ്ണൻ. കൃഷ്ണനാ കളിയാക്കി. കാരണം 17 പ്രാവശ്യം യുദ്ധത്തിന് വന്നു കഴിഞ്ഞിട്ട് എന്നെ പേടിച്ച് തോറ്റോടി സമുദ്രത്തിൻ്റെ ഉള്ളിലിരിക്കുന്നവനല്ലേ നീ എന്ന് ചോദിച്ചു. എവിടെ? ഇയാളെ ഇങ്ങനെ കൊല്ലാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ സുദർശന ചക്രം കൊണ്ട് കൊന്ന് മോക്ഷം കൊടുക്കാൻ പറ്റുകയില്ല എന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് കൊല്ലേണ്ടതാരാ? ഭീമസേനനാണ് നിയുക്തമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. എല്ലാം അറിയുന്ന, അതെല്ലാം ചെയ്യുന്ന ഭഗവാന് അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ യുദ്ധം ആരുമായിട്ട്? അർജുനൻ പറഞ്ഞു, ഞാൻ തയ്യാറാണ്. ഓടാ ചക്ക, നീ ഞാനുമായിട്ട് ഒക്കൂല. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാജൻ ഞാൻ ആയിട്ട്. നിന്നെ 17 പ്രാവശ്യം തോച്ച് ഓടിപ്പിച്ച് വിട്ടാതെ ഞാൻ, നിന്നെ പറ്റൂല. അപ്പോൾ ഭീമൻ പറഞ്ഞു, രാജൻ ഞാൻ യുദ്ധത്തിന് തയ്യാറാണ്. എന്ത് യുദ്ധ? ഗദായുദ്ധം. ഇയാൾക്കും അദ്ദേഹം ഇഷ്ടം അതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗദായുദ്ധത്തിന് തീരുമാനമെടുത്തു. ശത്രുക്കളെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്യണത്. പിറ്റേ ദിവസം രാവിലെ ഒരു ശുഭമുഹൂർത്തത്തിൽ വളരെ തീരുമാനമുണ്ടായി ചെയ്യുകയാണ്. യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ ജരാസന്ധന് നല്ല അടി കൊടുത്തു. ജരാസന്ധൻ ഭീമനെ. ദീനമുള്ള കൃഷ്ണൻ്റെ മുഖത്തേക്കുള്ള നോട്ടം. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളും ഇങ്ങനെയാണ്. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വരുമ്പോൾ മാത്രം ഇവിടെ വന്ന് വിളിക്കും, തൃക്കയിൽ ദേവരേ എന്ന ഒരൊറ്റ വിളിയുണ്ട്. കണ്ണീരൊന്നും വന്നില്ലെങ്കിലും ഇങ്ങനെ കാണിക്കും, ഞാൻ കണ്ണീര് നനയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് വേദന കൊണ്ടാണ്. അപ്പോൾ കൃഷ്ണൻ അകത്ത് ചെന്നു. സന്ധ്യ കഴിഞ്ഞപ്പോൾ അകത്തേക്ക് ചെന്നു. എന്തിനാ കൃഷ്ണ, നിനക്കെന്നെ കൊന്നുകൂടെ? ഈ ദുഷ്ടനെ കൊണ്ട് എന്നെ ഇടിപ്പിച്ചു. അപ്പോൾ പറഞ്ഞു, ഏട്ടാ നാളെ രാവിലെ ഞാൻ കാണിക്കുന്ന മാതിരി കാണിക്കണമെന്ന് പറഞ്ഞു. യുദ്ധം തുടങ്ങി. നല്ല അടി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ താഴെ കിടന്നിരുന്ന കോലെടുത്ത് പൊളിച്ച് കാണിച്ചു കൊടുത്തു. ഭീമന് കാര്യം മനസ്സിലായി. കാലിനൊരൊറ്റ തട്ട് കൊടുത്തു. വലത്തെ കാലിന് തട്ടി വീഴ്ത്തി. ഇടത്തെ വലത്തെ കാൽ പിടിച്ചിട്ട് ആന പനമ്പെട്ട പൊളിക്കുന്നത് പോലെ എന്ന് ഭാഗവതം. ഒരൊറ്റ വലി 2 സ്ഥലത്തേക്ക് മാറ്റിയിട്ടു. അങ്ങനെ കൊന്നാലേ പറ്റുകയുള്ളൂ എന്ന് അനുഗ്രഹമുള്ളത് കൊണ്ട് ജരാസന്ധൻ്റെ കഥ കഴിച്ചു. ദിഗ്വിജയികളായിട്ട് വരുമ്പോൾ ഭഗവാനോട് പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് സർവാത്മനാസമുദാനുഭൂതി സംവാപദം സുരതിരോവപ്രസാദ സേവാനുരൂപമുദയോന വിപര്യോത ന ബ്രഹ്മണ എന്ന് പറഞ്ഞപ്പോൾ ഒരാചാര്യൻ പറഞ്ഞത് കൃഷ്ണൻ ബ്രാഹ്മണനല്ല എന്നാണ് പറഞ്ഞത്. അർത്ഥം അങ്ങനെയല്ല, അത് നിങ്ങൾക്കറിയാമല്ലോ. ബ്രഹ്മണ എന്ന് പറഞ്ഞാൽ കൃഷ്ണ ബ്രാഹ്മണരല്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒരിക്കലും അങ്ങനെയല്ല, തിരിച്ചു വായിക്കണം. സംസ്കൃതത്തിന് 3 അർത്ഥങ്ങൾ വീതമുണ്ട്. ഇതൊന്നും പഠിപ്പിക്കാൻ വന്നതല്ല. ഇതൊരു യജ്ഞവേദിയാകുമ്പോൾ അല്പം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താ പറഞ്ഞത്? ബ്രഹ്മമായ അങ്ങേക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്. നോക്കണം പശ്യാത്, അങ്ങനെ തിരിച്ചു വായിക്കണം. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് അർത്ഥം മനസ്സിലാക്കും. ആ തരത്തിലേക്ക് എത്തണമെന്നാണ്. അതെന്ന് വെച്ചാൽ എന്താ പറഞ്ഞത്? ആരെന്താഗ്രഹിക്കുന്നുവോ അതെല്ലാം കൃത്യമായി തരുന്ന ഭഗവാൻ.
അതാ പറഞ്ഞത്. അപ്പൊ ഭഗവാൻ ആരാണെന്ന് കൂടി പറയുന്നതുണ്ട്. അതായത് യഥാത്മമിതം വിശ്വം കൃതപച്ച യഥാത്മകാഹ അഗ്നിരാകുതയോ മന്ത്രാഹ സാങ്ക്യം യോഗച്ച തൽപരാ. ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ വിശ്വരൂപ ചൈതന്യമാണ് ഭഗവാൻ. അത് നമ്മളുടെ മനസ്സിലുണ്ട് എന്ന് ചിന്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റണം. അവിടെ ആയാൽ കുഴപ്പമില്ല. അങ്ങനെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു രാജസൂയത്തിന് എല്ലാവരും തയ്യാറായിട്ടിരിക്കുകയാണ്. രാജസൂയം തീരുമാനിച്ചു. രാജസൂയം തീരുമാനിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാര്യമുണ്ടായി. ആരെയാണ് അഗ്രപൂജയ്ക്ക് ഇരുത്തേണ്ടത്? എല്ലാവർക്കും അങ്ങനെ പ്രശ്നമുണ്ട്. കാര്യം എന്താ? ബ്രഹ്മണ പരമാത്മന കർമ്മവേ ബദ്ധതോ യാത ക്രിസ്തയോ യഥാരവേ. ഇങ്ങനെയൊക്കെയാണ്. സൂര്യനെ പോലെ തന്നെ ജ്വലിച്ചു നിൽക്കുന്ന കൃഷ്ണനുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ രാജാക്കന്മാരുണ്ട്. പക്ഷെ ആരും പറയാൻ പറ്റും. അപ്പോൾ നകുലൻ സഹദേവൻ ഒരു കാര്യം പറഞ്ഞു. ഏട്ടാ, എല്ലാ കാര്യത്തിലും സുഖത്തിലും ദുഃഖത്തിലും നമ്മളോടൊപ്പം നിൽക്കുന്ന ഈ ഭഗവാൻ ഉണ്ടല്ലോ, കൃഷ്ണൻ മതി യജമാന സ്വരൂപന അഗ്രപൂജയ്ക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൊള്ളാം എന്ന് ശരിവച്ചു എന്ന് ഭാഗവതം ദശമസ്കന്ധത്തിൽ 77-ാമത്തെ. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴേക്കും എന്ത് പറഞ്ഞു? ശിശുപാലൻ എഴുന്നേറ്റു. പറ്റില്ല എന്ന് പറഞ്ഞു. ഇവന് രാജ്യമുണ്ടോ? ഇവൻ ആരാണ്? പിന്നെ ഭഗവാനെ ദ്വേഷിക്കാത്തതായിട്ടൊന്നുമില്ല. ഭഗവാനെ എന്നാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് ഭഗവാനെ അഗ്രപൂജയ്ക്കിരുത്തി. പദാഭിഷേകം ചെയ്തപ്പോൾ അവിടെ ആളുകൾ മുഴുവനും പുഷ്പാഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോഴാണ് വീണ്ടും ദേഹം അങ്ങോട്ട് എഴുന്നേറ്റു. ശിശുപാലൻ പറ്റില്ല. ശിശുപാലൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അച്ഛൻ പെങ്ങളുടെ മകനാണ്. ഇവര് വളരെ മോശമായിട്ട് ചിത്രീകരിച്ചപ്പോൾ എന്താ ചെയ്യേണ്ടത്? രാജാക്കന്മാരെല്ലാം എഴുന്നേറ്റു ഇദ്ദേഹത്തെ നിഗ്രഹിക്കുന്നതിനായിട്ട്. ഭഗവാൻ പറഞ്ഞു വേണ്ട, ഒരു പ്രാവശ്യം കൂടി പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ വളരെ മോശമായിട്ട് വീണ്ടും പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ ഉദ്ധായ പറഞ്ഞിട്ടുണ്ട് ഭാഗവത്തിൽ. എങ്ങനെ അവിടെ നിന്നങ്ങ് എഴുന്നേറ്റു. സുദർശന ചക്രം കൊണ്ട് ശിശുപാലന് മോക്ഷം കൊടുത്തു എന്നാ പറയുന്നത്. ശിശുപാലന് മോക്ഷം കൊടുക്കുന്ന സമയത്ത് ശിശുപാലന്റെ തേജോമയമായ ജീവപ്രകാശം ഭഗവാന്റെ പാദാര വിന്ദങ്ങളിലേക്ക് ചെന്ന് ചേരുകയാണ്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. സത്വസ്കന്ധം ആരംഭിക്കുമ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് നാരദ മഹർഷിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ്. അപ്പോഴാണ് ആ കഥ പറഞ്ഞത്. പണ്ട് ജയവിജയന്മാർ എന്ന് പറയുന്ന പാർശ്വതന്മാർ ഭഗവാന്റെ 7ാമത്തെ കോട്ടകൾ സൂക്ഷിക്കുന്നയാളാണ്. സനകാദി മഹർഷിമാര്, സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ, ഇവര് 4 പേര് വൈകുണ്ഠവാസിയായ ഭഗവാനെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് വൈകുണ്ഠത്തിലേക്ക് ചെല്ലുകയാണ്. ആരുടെയും അനുവാദം ആവശ്യമില്ലാത്തവരാ. ദശാർത്ഥ വയസ്സാണെന്നാ പറഞ്ഞേക്കണേ. 10 വയസ്സിന്റെ പകുതി 5 വയസ്സുള്ളവരും അതുപോലെ തന്നെ ഏറ്റവും വൃദ്ധരായിട്ടുള്ളവരുമായ പിന്നെ പറയേണ്ട കാര്യം നഗ്നരും ഒക്കെയാണ് എന്ന് ഭാഗവതം പറയുന്നു. അങ്ങനെയുള്ള മഹർഷീശ്വരന്മാർ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഭാഗവത ധർമ്മം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇവർ ചെല്ലുകയാണ്. അവിടെ 6 കോട്ട കടക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അങ്ങനെയാണ് നമുക്കും അത് സാധിക്കും. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ അങ്ങനെയാണ്. ഈ 6 പടി പല ആചാര്യന്മാരും പലതരത്തിലാണ് പറയുന്നത്. നമ്മുടെ മൂലാധാരം മുതൽ സ്വാധിഷ്ഠാനം വരെയുള്ള ശരീരത്തിൻ്റെ ആണെന്ന് പറയുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ വിഗ്രഹ പ്രതിഷ്ഠകൾക്ക് തുല്യമായിട്ടാണ് പടികളെന്ന് പറയുന്നുണ്ട്. ഒരാചാര്യൻ പറഞ്ഞു ശിവക്ഷേത്രത്തിൻ്റെ സോപാനം 6 പടികളാണ്. ആ പടി കയറിക്കഴിഞ്ഞാൽ മേശാന്തിക്ക് മാത്രമേ ശിവനെ കാണാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു. അങ്ങനെ പറയും. അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല, അങ്ങനെയാ കാണി. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്, അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. അങ്ങനെയല്ല. കാമക്രോധ ലോഭ മോഹ മത മത്സരങ്ങളാകുന്ന ഈ 6 പടികൾ ഈശ്വര ഉപാസനകൾ ഇല്ലെങ്കിലും ഉണ്ടായാലും വേണ്ട എന്ന് വെച്ചാൽ നമുക്കത് മാറ്റാൻ പറ്റണം. ഇതേപോലെ സത്സംഗങ്ങളിലൂടെ നമുക്കത് എത്തിച്ചേരാൻ പറ്റും. ആ തലത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണം. എന്നിട്ടോ അത് കഴിഞ്ഞാൽ 7ാമത്തൊരു പടിയുണ്ട്. അത് വലിയ ദുർഘടം പിടിച്ച പടിയാണ്. അഹം എന്ന ഭാവമാണത്. അഹം എന്ന ഭാവവും എൻ്റേതെന്ന മമതയും. ഞാനും എൻ്റെ കെട്ടിയോളും എൻ്റെ കുട്ടിയോളും. അപ്പോൾ അതാണല്ലോ എല്ലാവർക്കും അച്ഛൻ വേണ്ട അമ്മ വേണ്ട. അത് പല പ്രാവശ്യം പറഞ്ഞതാണ്. എന്നാലും പറയാം, അമ്മയെ നന്ദിയോടെന്നും സ്മരിക്കുകിൽ നന്മയും മേന്മയും വന്നുകൂടും. മറക്കണ്ട. അപ്പോൾ അച്ഛനെയും അമ്മയെയും നോക്കാതെ ക്ഷേത്ര ദർശനം മാത്രം നടത്തിക്കൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്നാ പറഞ്ഞതിനർത്ഥം. ഇവിടെ ഈ അഹം എന്ന ഭാവമുണ്ടല്ലോ, അത് മാറ്റി വെച്ചാലേ ഭഗവാനെ കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് 7ാം. ഈ 7ാമത്തെ പടിയിൽ കാവൽക്കാരായിട്ട് നിൽക്കുന്നത് ജയവിജയന്മാരാണ്. അവർക്കൊരു അഹംഭാവമുണ്ട്. കാരണം ഞങ്ങൾ ഭഗവാന്റെ ആളുകളാ, അടുത്തല്ലേ നിൽക്കുന്നേ. അപ്പോൾ മഹർഷീശ്വരന്മാർ വന്നപ്പോൾ നിൽക്കവിടെ എന്ന് പറഞ്ഞു.
നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് വിഷമമായി. എന്നാലും പോകാനായിട്ട് ബലമായിട്ട് പോകാനായിട്ട് അകത്തേക്ക് കടക്കുകയാ. അകത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു. ഗദയും ചൂരലൊക്കെ എടുത്ത് തടഞ്ഞു എന്നാണ്, തല്ലിയൊന്നുമില്ല, തടഞ്ഞു എന്നാണ് ഭാഗവതം. പെട്ടെന്നങ്ങ് ദേഷ്യം വന്നു. അതായത് ഭഗവാനെ കാണാനുള്ള ആകാംക്ഷയോടുകൂടി ചെല്ലുന്ന ഒരാൾക്ക് മാർഗ തടസ്സം നിർത്തുമ്പോൾ എത്ര സാത്വികനായാലും പ്രതികരിച്ചു പോകും. ഇവിടെ പാടുണ്ടോ? ചിന്തിക്കണം. സർവസംഘ പരിത്യാഗിയായിട്ട് ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായിട്ട് ജനിച്ച് ജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി തീരേണ്ട ഇല്ലേ സനകാദി മഹർഷിമാര് ജയവിജയന്മാരെ ശപിച്ചു എന്നാ പറയുന്നത്. ഞങ്ങളെ വഴി തടഞ്ഞത് കൊണ്ട് 3 ജന്മം അസുര യോനിയിൽ പിറക്കട്ടെ എന്ന് പറഞ്ഞൊരു ശാപം കൊടുത്തു. ഈ ശാപത്തിന്റെ പരിണിത ഫലമായിട്ട് അവർ ഭഗവാൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണത്രേ. വളരെ നല്ല രീതിയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിനൊരു ചെറിയ ഒരു ശ്ലോകത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഞാനൊന്ന് വിശദീകരിക്കുകയാണ്. അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് നിർത്തിക്കളയാം. അപ്പൊ പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരിക്കലും മഹാലക്ഷ്മി അറിയില്ലേ? പിന്നെ അറിയില്ലേ? ഇല്ലെങ്കിലും ലക്ഷ്മി എടുത്തി, ആ ലക്ഷ്മി എടുത്തിയല്ല, ഇത് ഐശ്വര്യത്തിന്റെ ദേവതയായിട്ടിരിക്കുന്ന മഹാലക്ഷ്മി ഭഗവാന്റെ ഭാര്യപദം അലങ്കരിക്കുന്നു. ഒരു ദിവസം എല്ലാവർക്കും ഐശ്വര്യത്തെ കൊടുക്കുന്നു. സർവാഭരണ വിഭൂഷിതായി സ്വർണ്ണ കിരീടമൊക്കെ വെച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ് സല്യൂട്ട് ചെയ്ത് പാർശ്വതന്മാർ പറഞ്ഞ് വിട്ട ആളാണ്. തിരിച്ചു വന്നപ്പോൾ എല്ലാവർക്കും കൊടുത്തു. അവസാനം ചുരിദാറും ഷാളും ടോപ്പും മാത്രമായിട്ട് ദേവി കയറി വരികയാണ് വൈകുണ്ഠത്തിലേക്ക്. ഒന്നുമില്ല. അപ്പൊ ജയവിജയന്മാർക്ക് ഒരു സംശയം, ഇതാരപ്പ ഇത്? അപ്പൊ പറഞ്ഞു പോവരുത്, നിൽക്കവിടെ എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തി എന്നൊരു കാര്യം ശകലം പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഭാഗവതത്തിൽ. അപ്പൊ പറഞ്ഞു, പിന്നെ ദേവി തൻ്റെ മായാവിലാസം കൊണ്ട് ആ രൂപത്തെ ജയവിജയന്മാരുടെ മനസ്സിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞപ്പോൾ കൽക്കൽ വീണ് നമസ്കരിച്ചു പോയി. നമ്മളും അങ്ങനെയല്ലേ? നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഭർത്താവിൻ്റെ അടുക്ക ചെന്നിട്ട് പരാതി പറയും. ഇത് തന്നെ സ്ത്രീ സഹജമായ യുക്തി കൊണ്ട് ദേവി ഭർത്താവിൻ്റെ അടുക്ക ചെന്നിട്ട് ഭഗവാന്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, എന്നെ അവർക്ക് ശിക്ഷ കൊടുക്കണം. അപ്പോൾ പറഞ്ഞു, ദേവി അത് പറ്റില്ല. ഈ ഭൂലോകത്തിലുള്ള സകല ഭർത്താക്കന്മാരെയും പോലെ, സകലരും അല്ല, ചില ഭർത്താക്കന്മാരെ പോലെ ഞാൻ പെൺകൊന്തനൊന്നുമല്ല. അതുകൊണ്ട് അത് മാത്രമല്ല, ദേവന്മാർ ചിന്തിക്കും ഞാൻ ആ തരത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ വാക്ക് കേട്ട് സമയമാകുമ്പോൾ കിട്ടും. അറിയണം, വിശ്വസിച്ചോളൂ. സമയമാകുമ്പോൾ നമുക്ക് ഈശ്വരൻ തരും. ഉപാസനയും ഭക്തിയും ഉണ്ട് എങ്കിൽ, ഒരു നിമിഷമെങ്കിലും കൃഷ്ണ എന്ന് വിളിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഉറപ്പാ ആ ഭഗവാൻ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. പിന്നെ കിട്ടുമ്പോൾ ഇത് എൻ്റെ കഴിവാണ് എന്ന് വിചാരിച്ച് അഹങ്കരിക്കുമ്പോൾ എന്ത് പറ്റും? കിടക്കണം, ജയവിജയന്മാരെ പോലെ പറ്റും. അങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ വന്നിട്ട് പറഞ്ഞു, 3 ജന്മങ്ങളിലായിട്ട് എന്നോട് ശത്രുത കൊണ്ട് നിങ്ങളാകണം. അത് കഴിഞ്ഞാൽ അവസാനം ഞാൻ ഇവിടെ കൃഷ്ണനായിട്ട് അവതരിക്കും. ആ സമയം നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ജന്മം ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായിട്ട് ജനിച്ചു. ദിതയുടെയും കശ്യപ പ്രജാപതിയുടെയും മകനായിട്ട് ജനിച്ചു. ആദി വരാഹമൂർത്തിയായിട്ടിരിക്കുന്ന ഭഗവാൻ ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചു. പിന്നീട് നരസിംഹമൂർത്തിയായിട്ടിരിക്കുന്ന ഭഗവാൻ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കുകയാണ്, മോക്ഷം കൊടുക്കുകയാണ്. 2ാമത്തെ ജന്മം വൈസവന്റെ മക്കളായിട്ട്, ഏകൈശയുടെയും വൈസവന്റെയും മക്കളായിട്ട് കുംഭകർണനും രാവണനുമായിട്ട് ലങ്കയിൽ ജനിച്ചു. സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി ഭഗവാനോട് മോശമായ രീതിയിൽ പെരുമാറി. അത് മാത്രമല്ല, ഭാര്യയെ കട്ടുകൊണ്ടുപോയി കഴിഞ്ഞാൽ ഏത് ഭർത്താവാ വെറുതെ ഇരിക്കുന്നത്? തക്കതായ ശിക്ഷ കൊടുക്കണം. അതുകൊണ്ടാണ് ധർമ്മത്തെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ കാലാകാലങ്ങളിൽ അവതരിക്കുമെന്ന് ഭഗവത്ഗീത പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ധർമ്മ പരിരക്ഷണത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ അവിടെ ശ്രീരാമചന്ദ്രനായിട്ട് അയോധ്യാധിപതിയായിരുന്ന ദശരഥ മഹാരാജാവിൻ്റെ ശ്രീമന്ത പുത്രനായിട്ട് ജനിച്ചു. മാതൃകാ പുരുഷനായിട്ട് നമുക്ക് അഭിമാനിക്കാം. ഇന്ന് അയോധ്യയില് ഒരു ക്ഷേത്രം ഉയർന്നിരിക്കുന്നു. രാമ എന്ന് വിളിക്കുക. എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇതൊരു തത്വമാണ്. പ്രജകളെ രമിപ്പിക്കുന്നവൻ ആരോ അവൻ രാമൻ. കൃഷ്ണൻ എന്നുള്ള വാക്കിന് കർഷതി ഇത് കൃഷ്ണഹ എന്നുകൂടിയുണ്ട്. നമ്മളെ ആകർഷിച്ച് നിലനിർത്തുന്നത് ഏതോ അത് കൃഷ്ണൻ. അങ്ങനെ രണ്ടുപേരുണ്ട്. രാമനും കൃഷ്ണനും ഒന്ന് തന്നെയാണ്. എന്ന് വിളിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഉത്ഭുതമായിട്ടിരിക്കുന്ന കാമക്രോധ ലോഭമോഹ മത മത്സരങ്ങളാകുന്ന എല്ലാം പുറത്തേക്ക് പോകും. എന്ന് പറയുമ്പോൾ എന്തായി? ചുണ്ടടയ്ക്കും. രമേ രാമേ മനോരമയല്ല, ആ ആദ്യം പറഞ്ഞ മനോരമയുടെ കാര്യമല്ല ഈ പറഞ്ഞത്. ഇടയ്ക്ക് രാമനാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അവിടെ ഒരു വിഗ്രഹ പ്രതിഷ്ഠ കൊണ്ട് മാത്രം കാര്യമായില്ല.
ആ രാമനെ നമ്മളുടെ മനസ്സിലേക്ക് ആവാഹിക്കാൻ കഴിയണം. അങ്ങനെ രാവണനും കുംഭകർണനും പിന്നീടാണ് രണ്ടു പേരും ദന്തഭക്തനും എന്നും ശിശുപാലനും എന്നും പറയുന്ന രണ്ട് ആസുരികമായ ജന്മങ്ങൾ. നോക്കൂ, ആദ്യത്തെ ജന്മം എന്ന് പറയുന്ന രാക്ഷസീയമായ ഭാവമാണ്, നമ്മളുടെ ഉള്ളിലുള്ള രാക്ഷസീയത തന്നെ. ഉപാസനയോടുകൂടി നടക്കുമ്പോൾ രണ്ടാമത്തെ ജന്മമായിട്ട് വരുന്നത് ആസുരികമായ ജന്മമാണ്. ആദ്യത്തെ ജന്മം ആസുരികമായ ജന്മം, രണ്ടാമത്തെ ജന്മം രാക്ഷസീയത. പിന്നീട് കുറച്ചും കൂടി കുറഞ്ഞ് ക്ഷത്രിയ വംശത്തിലേക്ക് വരികയാണ്. ക്ഷത്രിയ വംശജരായിട്ട് വരുമ്പോൾ അവർക്ക് വീര്യമുണ്ട്, കൂടുതലുണ്ട്. അങ്ങനെയുള്ള ആ ക്ഷത്രിയനായിട്ട് വന്ന കൃഷ്ണൻ്റെ അച്ഛൻ പെങ്ങളുടെ രണ്ട് മക്കള്, രണ്ടുപേരും രണ്ട് അച്ഛന്മാരുടെയും രണ്ട് അമ്മമാരുടെയും മക്കളാണ്. അപ്പോൾ അവരെ നിഗ്രഹിച്ചു. അങ്ങനെയാണ് ആദ്യം ശിശുപാലനെ നിഗ്രഹിക്കുകയാണ്. ശിശുപാലനെ നിഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ആ രാജസൂയം വളരെ മനോഹരമായ രീതിയിൽ നടത്തി. അവരുടെ സ്നാനം കഴിഞ്ഞ് യുധിഷ്ഠിര മഹാരാജാവ് അത്യന്തം ശോഭിതനായി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജസൂയം. സർവപാപ പ്രമുച്ചതേ. രാജസൂയം കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കുമൊക്കെ എന്ത് കിട്ടും? എല്ലാവരും ഇന്നലെ വരെ ചെയ്ത പാവം നിങ്ങളുടെയൊക്കെ തീർന്നിട്ടുണ്ട്. നാളെ മുതൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ കൂടുതൽ കൂടുതൽ പാപം ചെയ്യാനുള്ള ശക്തി ഭഗവാൻ എന്നാണോ ഈ പറഞ്ഞത് അർത്ഥം? ഒരിക്കലുമല്ല. അതായത് നമ്മൾ ഒരു തരത്തിൽ നിന്ന് മറ്റൊരു തരത്തിലേക്ക് കരകയറുകയാണ്. ഈ പാപം മാറ്റി വച്ചുകൊണ്ട് നമ്മളിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും നശിപ്പിക്കുന്നതിന് ഈ കാര്യങ്ങൾക്ക് കഴിയും എന്നാണ് പറഞ്ഞതിനർത്ഥം. പിന്നീട് ദ്വാരകയിലേക്ക് തിരിച്ചുപോയി ഭഗവാൻ. രാജസൂയമെല്ലാം കഴിഞ്ഞ് ദ്വാരകയിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്കാണ് ആദ്യം പോയത്. കുറച്ച് നാളുകൾക്ക് ശേഷം ചെല്ലുകയാ. നോക്കണേ, അച്ഛൻ്റെ കൊട്ടാരത്തിൽ ചെന്നു, കണ്ടു, അവരെയൊക്കെ കണ്ടു. അപ്പോൾ ദേവകി ദേവിയുടെ തന്നിങ്ങളിൽ നിന്നും ഇങ്ങനെ മുലപ്പാല് ചൊരന്നു വീണു എന്ന് ഭാഗവതം പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ മഹത്വം അത് മനസ്സിലാക്കണം. രാജസൂയം എന്ന് പറയുന്ന ഇത് വെറും ഒരു കഥയായിട്ടോ അല്ലെങ്കിൽ ഒരു യാഗമായിട്ടോ യജ്ഞമായിട്ടോ കാണാതെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാകട്ടെ, അതിന് സാധിക്കട്ടെ. പിന്നീടാണ് ദന്തഭക്തനെ ഒരു പ്രാവശ്യം ഇതേപോലെ തന്നെ ചെന്നു. ദന്തഭക്തനെ അടിച്ചു കൊല്ലുകയാണ് ചെയ്തത്. അടിച്ചു കൊല്ലു എന്ന് പറയാൻ പാടില്ല, മോക്ഷം കൊടുത്തു. അപ്പോൾ അവരുടെ 3 ജന്മവും കൂടി കഴിഞ്ഞു. അവസാനം രാജസൂയത്തിലൂടെയും അതേപോലെ തന്നെ ഭഗവാന്റെ കൃപ കടാക്ഷം കൊണ്ട് നേരെ വൈകുണ്ഠവാസിയാകാൻ അവർക്ക് സാധിച്ചു. വൈകുണ്ഠവാസിയാകാനല്ല, വൈകുണ്ഠവാസിയുടെ പാർശ്വതന്മാരായിട്ട് പരിണമിക്കാൻ കഴിയും. അത് നമുക്കാകണം. നമ്മൾ പലതും ചെയ്തിട്ടുണ്ട് ഈ ജീവിതത്തിൽ, പല അറിഞ്ഞോ അറിയാതെയോ പലതും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വൈകുണ്ഠവാസ പാഹിമാം ദേവപാലാഴിവാസ പാഹിമാം സൃഷ്ടി സ്ഥിതി ലയ കാരണ വിഷ്ണു സാഷ്ടാംഗം ഇന്നെൻ്റെ വന്ദനം. നമ്മൾ പറയേണ്ടത് എന്താ? ഈ വിഷ്ണുവാണ്. തൃക്കയിൽ തേവരേ വന്ദനം. ആ തരത്തിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കട്ടെ. ഇനി 2 ചെറിയ കാര്യങ്ങൾ കൂടി പറഞ്ഞ് എൻ്റെ സമയം കഴിഞ്ഞത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊന്നുമല്ല, രാജസൂയം ഞാൻ 2 മണിക്കൂർ പറയുന്നതാണ്. അതായത് ഓരോ ശ്ലോകങ്ങളുടെയും അർത്ഥം വെച്ചുകൊണ്ട് രാജസൂയം വായിച്ച് പറയുകയാണ് പതിവ് സാധാരണഗതിയിൽ. ഇപ്പോൾ അതിനുള്ളൊരു സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മളത് നിർത്തിവെക്കുകയാണ്.